ബാക്ക് ടു ബേൺ കോഫി another vlog. ഇന്നത്തെ വീഡിയോ ഇവിടെ മെൽബണിൽ ഓട്ടം സീസൺ ആണ് കേട്ടോ. പക്ഷെ ഇന്ന് ഏപ്രിൽ 11-12 അങ്ങാണ്ടാണ്. പക്ഷെ ഇന്നിവിടെ 33 ഡിഗ്രിയാണ് ഇന്നത്തെ വെതർ വന്നേക്കുന്നത്. ഇന്നത്തെ ചൂട് അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. യൂഷ്വലി ഈ സമയത്ത് നമുക്ക് തണുപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്, പക്ഷേ എങ്കിൽ ഇന്ന് നല്ല ചൂടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും മൗണ്ട് മാസഡോണി വന്നിട്ട് ഓട്ടം കാണാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മൗണ്ട് മാസഡോണിലാണ്. മെൽബൺ സിറ്റി ലൈക്ക് CBDന്ന് ഏകദേശം ഒരു മണിക്കൂർ ഡ്രൈവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞങ്ങൾ താമസിക്കുന്ന ഫോൺട്രി ഗള്ളിയിൽ നിന്ന് 1 മണിക്കൂർ ഡ്രൈവിനുള്ളിലാണ് മൗണ്ട് മാസഡോൺ വരുന്നത്. മൗണ്ട് മാസഡോണിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട് ഈ ഓട്ടം കാണാൻ. അപ്പോൾ നമുക്ക് വേഗം ഈ കളർ ചേഞ്ച് ചെയ്യുന്ന സീസൺ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ബ്യൂട്ടി ഒന്ന് കണ്ടാലോ. അങ്ങനെ കുറേ നാളൊക്കെ ശേഷമാണ് കേട്ടോ ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അതും പ്രത്യേകിച്ച് ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത് കുറേ നാളൊക്കെ ശേഷമാണ്. എന്തായാലും ശരി, ഇന്നൊരു അടിപൊളി ഡേ ആണ്. നമ്മൾ രണ്ടുപേരും കൂടെ മൗണ്ട് മാസഡോണിൽ ഓട്ടം കാണാൻ പോവാണ്. ഇന്നത്തെ ഡേറ്റ് ശരിക്കും ഏപ്രിൽ 13 കേട്ടോ. ഞാൻ കുറേ പൊട്ടത്തരങ്ങൾ പറഞ്ഞായിരുന്നു, ക്ഷമിക്കുക. ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള ബ്രെയിനിൽ വന്നേക്കുന്ന ചെറിയ ചേഞ്ചസ് ആണ്. കുറേ പൊട്ടത്തരങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് പറയാറുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ പോയി ഫുഡ് കഴിക്കാം. നമ്മൾ മന്തി കഴിച്ചിട്ടാണ് പോകുന്നത്. ഈ മന്തിയുടെ ഡീറ്റെയിൽസ് നമ്മൾ എവിടെ നിന്നാണ് കഴിക്കുന്നതെന്ന്, അടിപൊളി മന്തിയാണ്, ഇത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും നമ്മൾ താമസിക്കുന്ന ഫോൺട്രി ഗള്ളി നല്ല മെൽബൺ CBDന്ന് ഏകദേശം 1.5 മണിക്കൂറോളം ഒക്കെയാണ് കേട്ടോ ഡ്രൈവ് എടുക്കുന്നത്. മൗണ്ട് മാസഡോൺ ഓട്ടം കാണാൻ അടിപൊളിയാണ്. നമ്മൾ രാവിലെ പോകാനായിരുന്നു പ്ലാൻ, പക്ഷേ ആസ് യൂഷ്വൽ എവിടെ പോയാലും ലേറ്റ് ആവുന്നത് ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടും ഇന്നും ആസ് യൂഷ്വൽ ലേറ്റായി. പിന്നെ ഇറങ്ങിയപ്പോൾ ഏകദേശം 12 മണിയായി. പിന്നെ നട്ടുച്ചയായല്ലോ, എന്നാൽ പിന്നെ കഴിച്ചിട്ട് പോകാം എന്നോർത്തിട്ട് നമ്മൾ ഇതുപോലെ സിറ്റി സൈഡിൽ നിന്ന് തന്നെ ഉള്ള ഒരു ഷോപ്പിൽ നിന്ന് മന്തി കഴിക്കാമെന്ന് വിചാരിച്ച് അതിന് ഫുഡെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ മൗണ്ട് മാസഡോണിൽ പോയത്. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള അങ്ങോട്ട് എത്തുമ്പോൾ ഉള്ള കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പോകാൻ ശ്രമിക്കുക. കാരണം 4 മണിയോടുകൂടി ആ ഏരിയയിലുള്ള എല്ലാ പ്രൈവറ്റ് എന്താ പറയുക ഗാർഡൻസും ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൗണ്ട് മാസഡോണിൻ്റെ ആ ഒരു റോഡിലുള്ള വ്യൂസാണ്. നമുക്ക് ആക്ച്വലി ഒരു ഗാർഡന് പോലും കയറാൻ പറ്റിയില്ല. അവിടെ ഫോറസ്റ്റ് ഗ്ലേഡ് ഗാർഡൻ, പിന്നെ കുറേ 3-4 ഗാർഡൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറിയെങ്കിൽ അവിടെ ഓൾറെഡി വളരെ ബ്യൂട്ടിഫുള്ളി സെറ്റ് ചെയ്തിരിക്കുന്ന ഓട്ടം കുറേ ഏരിയാസ് ഉണ്ട്. അതായത് ട്രീസൊക്കെ പണ്ടേ ഉള്ള ഒരു പ്ലാന്റ് ചെയ്ത് നല്ല ഭംഗിക്ക് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ കൂടുതൽ ഫോട്ടോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. പിന്നെ പിക്നിക് ഏരിയ ഉണ്ട്. ഫാമിലി ആയിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എവിടെ വേണമെങ്കിലും ഇരുന്ന് പിക്നിക് എടുക്കാം. നമ്മൾ ചെന്നപ്പം ശരിക്കും പറഞ്ഞാൽ 3:45 കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഓൾറെഡി കുറച്ച് ഫോട്ടോസ് വെളിയിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്താ പറയുക അവിടെ ചെന്നിട്ട് ഗാർഡൻസിലൊന്നും കയറാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾക്കത് മിസ് ചെയ്യാതിരിക്കണമെങ്കിൽ രാവിലെ പോകണം. അതിനുള്ള കാര്യം ശ്രദ്ധിക്കാൻ മറക്കണ്ട. പക്ഷേ ഈ മൗണ്ട് മാസഡോൺ ഏരിയ ഓട്ടം കാണാൻ ശരിക്കും ബ്യൂട്ടിഫുള്ളാണ്. ഒരുപാട് നല്ല ലോങ് ഡ്രൈവ് പോകുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ഞാനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് ഇടാനുള്ള കുറേ വ്ളോഗൊക്കെ എടുത്ത് വെച്ചിട്ടേ ഒരെണ്ണം പോലും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പെട്ടെന്നൊരു വീഡിയോ ഇട്ടേക്കാം, ഇന്ന് പോയ ആ ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ. അപ്പോൾ ഇതിൻ്റെ കൂടെ പുറകെ നമുക്ക് കുറച്ചധികം വീഡിയോസ് ഇടാനും പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ബാക്ക് ടു ലൂപ്പ് ആവാമല്ലോ അത്. അപ്പം തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇത്രയും കാണിച്ചെങ്കിൽ നിർത്തുവാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഈ വീഡിയോ ആരെങ്കിലും കാണുമോ എന്ന് തന്നെ എനിക്കറിയില്ല. കാരണം ഞാൻ കുറേ നാൾ കൂടിയാണ് വീഡിയോ ഇടുന്നത്. എല്ലാവരും മറന്നു പോയിട്ട് തന്നെ ഉണ്ടാവും. എന്തായാലും ഇന്ന് നമ്മൾ കണ്ട ഇവിടെ മെൽബണിലെ ഒരു ഓട്ടം വീഡിയോ ആയിട്ട് തിരിച്ച് വന്നേക്കാമെന്ന് വിചാരിച്ചു. പുറകെ ഇടാൻ കുറേ അധികം വീഡിയോസും കോണ്ടൻസും നമ്മുടെ കയ്യിൽ ഇങ്ങനെ റെഡി ആയിട്ട് ഞാൻ പണ്ട് പറഞ്ഞ പോലെ തന്നെ കയ്യിലുണ്ട്. പക്ഷെ സാഹചര്യങ്ങൾ ഇടയ്ക്കൊന്ന് ഇച്ചിരി ഒന്ന് ചേഞ്ച് ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മെൽബണിലെ വിശേഷങ്ങളും ബാക്കി ഇവിടുത്തെ നമ്മുടെ വീട്ടിലെ കുട്ടി വിശേഷങ്ങളും ഒക്കെ കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് ഞാൻ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം ബേൺ ആൻഡ് കോഫി സൈനിങ് ഓഫ് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ മെൽബൺ വിശേഷങ്ങൾ ആൻഡ് കൂടുതൽ നമ്മളുടെ കുട്ടി വിശേഷങ്ങൾ കാണാൻ മറക്കണ്ട. അപ്പം ഞാനൊന്ന് നോക്കട്ടെ ഈ വീഡിയോ ആരെങ്കിലും കാണുമോ, എന്നെ ആരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കുമെന്ന്. അപ്പോൾ തൽക്കാലം ഒരു നാടൻ